ഹലോ അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ എന്താണ് കറി എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രി പൂള പുഴുങ്ങിയതുണ്ടായിരുന്നു. കട്ടൊക്കെ കളഞ്ഞ് വെച്ചതായിരുന്നു. പിന്നെ അത് ഭക്ഷണത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇങ്ങനെ തോന്നി ചേമ്പിൻ്റെ തണ്ടുണ്ട്, അപ്പോൾ ആ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞു കൊണ്ടിരട്ടെ. താളിൻ്റെ തണ്ട് അരിയാനാണ് പോയത്. പക്ഷേ താളൊക്കെ അന്ന് തോട്ടം കൊത്തൊക്കെ ചെയ്തപ്പോൾ ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ. അത് കണ്ടില്ല, തൊടുവിലൊക്കെ ചെറിയതാളാണ്. അപ്പം ഞാൻ വിചാരിച്ചു വല്യേമ്പിൻ്റെ തണ്ട്, അതായത് വിലാത്തി ചേമ്പ് എന്ന് പറയും നമ്മളിവിടെയൊക്കെ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഞാൻ ഇവിടെ നിന്ന് അരിഞ്ഞെടുത്തു. അത് വലിയതായിട്ടില്ല, വളമിട്ടാലേ നല്ല വലിപ്പവും ഇതൊക്കെ വെക്കുള്ളൂ. ചെറിയ ഇതാളാണ്. അപ്പോൾ അതിൻ്റെ വിത്തൊന്നും എടുത്തിട്ടില്ല, വിത്തൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ നിന്ന് തന്നെ അരിഞ്ഞുകാണ്ട് അവിടെ തന്നെ ഒരു കല്ലുമട്ട് കാണ്ടാണ് വൃത്തിയാക്കുക ചെയ്തത്. എനിക്ക് എന്താ വെച്ചാൽ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അച്ചുണ്ടാവുമെന്നൊരു പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് തന്നെ ക്ലിയർ ആക്കിയാണ് കൊടുത്താൽ പിന്നെ തോലൊക്കെ നമുക്ക് തൊടുത്തേനെ ഉണ്ടാക്കാം. അപ്പോൾ ഈ കല്ലെല്ലാം വൃത്തിയുള്ള കല്ലാട്ടോ. അപ്പോൾ ഈ കല്ലിൻ്റെ മുകൾക്കാണ് ഞാൻ കട്ട് ചെയ്ത് കാണി വെച്ചത്. വേസ്റ്റ് അതിൻ്റെ അരുവക്കും ഇട്ടു. ഈ സീറ്റിൻ്റെ മേലേക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിയത് ഈ സീറ്റിൻ്റെ മേൽക്കും വെച്ച്. അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലീൻ ആക്കി കണ്ട് കൂട്ടി പിടിച്ചാണ് ഞാൻ കൊടുന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ എങ്ങനെ വൃത്തിയാക്കിയതെന്ന്. പിന്നെ ഈ ഡ്രമ്മിലെ വെള്ളം കൊണ്ട് നല്ലവണ്ണം ചേമ്പിൻ്റെ തണ്ടും ഒക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ കയ്യും കാലൊക്കെ കഴുകിക്കാണ്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് ഞാൻ കട്ട് ചെയ്ത് കണ്ട് ഒന്നും കൂടി കഴിക്കണം. അപ്പോൾ നമ്മൾ ചേമ്പിൻ്റെ തണ്ടൊക്കെയാണ് നല്ല ക്ലിയറായി കഴുകി എടുത്തതാണ്. അപ്പോൾ ചെറിയ തണ്ടാണ്. അപ്പോൾ നല്ലോണ്ട് തോല് പോവില്ല. തോല് പോകാൻ കുറച്ച് പ്രയാസം. കുറച്ച് മൂത്താൽ നമുക്ക് പെട്ടെന്ന് തോല് കളയാട്ടോ. പിന്നെ ചേമ്പിൻ്റെ ഇലയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇങ്ങനത്തെ ഈ കൂട്ടാനക്ക് ചേമ്പിൻ്റെ ഇല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ വെച്ചാൽ എനിക്ക് ഈ ചേമ്പിൻ്റെ തണ്ടും ഉപ്പും മഞ്ഞളും പച്ചമുളകും മാത്രം ഇട്ടുകൊണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മളെ ഇഷ്ടം എന്നാണ് മാറ്റി വെച്ചാൽ ബാക്കി എല്ലാവർക്കും ആവുമല്ലോ. പിന്നെ വെച്ചാൽ ഈ കറി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു മീൻ കറി വെച്ചാൽ നമുക്ക് എല്ലാണ്ട് കഴിയും. ഇവിടെ ഒരാൾ പണിക്കാർ ഹിന്ദിക്കാരനാണ്, ഒരാൾ തമിഴനാണ്, ഒരാൾ മലയാളിയാണ്. അപ്പോൾ ഇത് പല പ്രശ്നങ്ങൾ. അപ്പോൾ വീട്ടിലുള്ളവർക്കും പല ടേസ്റ്റും ആകുമ്പോൾ എല്ലാവർക്കും കൂടി പറ്റുന്നതാണ്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഒരു മീൻ കറി വെക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കലില്ല. ചിലപ്പോൾ തലേന്ന് രാത്രി മീനായിട്ട് വന്നാൽ അപ്പോൾ വെച്ച് വെക്കും പിറ്റേന്നൊക്കെ. അപ്പോൾ എപ്പോഴായാലും മീൻ നമുക്ക് അങ്ങനെ കറി വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇന്നലെ വെച്ചാൽ പണിക്കാർ ആയ കാരണം വന്നതുകൊണ്ട് തന്നെ ഉച്ചക്ക് ചോറ് ഒരുക്ക് കൊടുത്തു. അപ്പോൾ രാത്രിക്കൊക്കെ നമുക്ക് ചോറ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ പൂള പുഴുങ്ങിയതായിരുന്നു. ഇന്നലെ ഇറച്ചിക്കറിയായിരുന്നു അവർക്ക്. അപ്പോൾ പൂള പുഴുങ്ങിയക്കാണ്ട് പൂളി ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പം എനിക്ക് തോന്നി ആ ഇറച്ചിക്കറിക്ക് കാക്കാനോട് പറഞ്ഞ് പൊറാട്ട കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കാക്ക പൊറാട്ട കൊടുന്ന് തന്ന്. ഏതായാലും ബന്ധാണ്, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി. ഏതായാലും പൊറാട്ടയൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ആ പൂളയാണ് ഇവിടെ ഉള്ളത്, കട്ട് കളഞ്ഞ പൂളയാണ്. അപ്പോൾ അത് ഒന്നും കൂടി ടേസ്റ്റും ഉണ്ടാവും കട്ട് കളഞ്ഞാൽ. അപ്പോൾ ഞാനത് ഒന്നും കൂടിയും കഴുകി എടുക്കുകയാണ്. നമുക്ക് നല്ലോണം കഴുകിയാലേ വൃത്തിയാവുള്ളല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്ന് കഴുകിക്കണമെങ്കിലും കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി കഴുകി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് 2-3 പ്രാവശ്യം കഴുകിക്കണേ. അപ്പോൾ അത്രയൊന്നും കാണിച്ചു തരണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ കഴുകണതൊക്കെ. അപ്പോൾ അത് കഴുകി കഴിഞ്ഞ് ഇനി അത് ഞാനൊരു കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുക്കറിൽ നിറച്ചുണ്ട് വെച്ചിട്ട് നമുക്ക് പേടിക്കണം. ചേമ്പിൻ്റെ താള് പറഞ്ഞാൽ അത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം താന്നു പോവും. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പൂള അതിൻ്റെ മേലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. പൂള നല്ല പൊടിയുള്ള പൂളയാണ്. അപ്പോഴേ നമുക്ക് നമ്മളെ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി പൂള ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേമ്പിൻ്റെ വെന്തിട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ കറുമത്തി ഉണ്ടല്ലോ, നല്ല മൂപ്പുള്ള പൊടിയുള്ള കറുമത്തി, അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ അതൊന്ന് തിളക്കാൻ വെച്ചുകൊണ്ട് ഞാൻ തേങ്ങ ചരുകയാണ്. അപ്പോൾ തേങ്ങ ചരുകണ കാണിച്ചതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ ഇതിന് നല്ലോണം ചെയ്ത് തിളച്ച് താന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്കുള്ള മഞ്ഞളും ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ്, നിങ്ങൾക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇത് വെന്തതിൻ്റെ ശേഷമാണ് ഇതിൽ കൂടെ തേങ്ങയിൽ കൂടെ അരച്ച് കൊടുക്കാച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൂടെ എയർ വന്നാൽ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിത് 5 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്, നല്ല വെന്ത് വരുന്നോട്ട് വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ചീരുള്ളി, ചീനാമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി ഒരു 4 അല്ലി എടുത്തിട്ടുണ്ട്. ചീനാമുളക് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ച എന്താ ഈ മിക്സി ഇങ്ങനെ എന്നത്തതാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ തേങ്ങാപ്പാൽ അടിച്ച മിക്സിയാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഞാൻ കഴുകിയിട്ടില്ല. ഇത് ഞാൻ ഇനി വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കണത്.
ഒന്ന് പൊടിച്ചെടുക്കുക എന്ന് പറയാം. അങ്ങനെ എടുത്തത് കാരണം വെച്ചാൽ നമ്മളെ താളിൽ കറിയിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇമ്മ അവിടെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ നാരങ്ങൻ്റെ ഒരു അച്ചാർ. അത് എനിക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ള കോലത്തിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് പൊടിച്ചെടുക്കുകയാണ്. ഉലുവ പൊടിച്ചത് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ അച്ചാർ ഞാൻ നിങ്ങൾക്ക് ഈ നാരങ്ങൻ്റെ പേര് അറിയുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പേര് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഗണപതി നാരങ്ങ, പിന്നെ എന്തൊക്കെയോ പേരുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 4-5 വിധം പേരുകളൊക്കെ പല സ്ഥലങ്ങളിലും പല പേരാണല്ലോ. അപ്പോൾ അത് ഒരു 5-6 മാസം കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ മതി. ചിലവർ പറഞ്ഞ് തോല് ചെത്തി വെച്ചാൽ മതി. ഏതായാലും തോല് ചെത്തി വെച്ചത് എൻ്റെ അടുത്ത് നിന്ന് കേടായി. നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല കേട്ടോ. അതാ നമ്മളെ പൂളക്കൂട്ടാൻ വെന്തക്കണ്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്കുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഞാൻ വെള്ളം കൂടി ചേർക്കേണ്ടി വന്നു. കാരണം വെച്ചാൽ വെള്ളം കുറവാണ്. നമ്മൾക്ക് കൂട്ടാൻ പോലെ കൂട്ടുകയാണെങ്കിൽ നല്ല പാകത്തിനായിരുന്നു. അപ്പോൾ ഇമ്മ പറഞ്ഞു കുറച്ചും കൂടി ഇരുന്നാലും ഒന്നും കൂടി കുറുകും, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞ്. ഇമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും കുറവാണ്. അപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നമ്മളെ അച്ചാറാണിത്. ഈ അച്ചാർ ഉമ്മ പറഞ്ഞ നല്ല കയ്പ്പുണ്ടെങ്കിലും നല്ലൊരു തരം ടേസ്റ്റാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതാക്കിയിട്ടില്ല. അതിപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചിലവരൊക്കെ എള്ളെണ്ണ, ഏതെണ്ണ വെച്ചാൽ അവർക്ക് എടുക്കാം. ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്കുള്ള കാശ്മീരി മുളക് പൊടിയും ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഈ നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഉപ്പും കൂടി പാകാക്കിയതിന് ശേഷം പിന്നെ കടുക് പൊടിച്ചതും. അപ്പോൾ അത് ഞാൻ കുപ്പിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചെൻ്റെ ഇരുന്നൊക്കെ പോയി. അത് സാരമില്ല, ഇനി അത് എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഏതായാലും ഇതൊന്ന് തിളപ്പിച്ചവൻ വെക്കുകയാണ്. ഇത് തിളച്ചതിന് ശേഷം ഇത് നമുക്ക് താളിച്ചെടുക്കണം. അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുവും കരിവേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് താളിച്ചെടുക്കുക. പിന്നെ ഉണക്കമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കട്ടോ. പക്ഷെ ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ചീനാമുളകൊക്കെ അരച്ചിട്ട് അത്യാവശ്യത്തിന് എരുണ്ട്. അപ്പോൾ ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചോറുക്ക് ഒഴിച്ച് കൂട്ടുന്ന മാതിരത്തെ കറി പോലെയാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഇല താളിച്ചതും കൂടി ഉണ്ട്. ഇത് മാത്രമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റോർ റൂം ഒന്ന് വൃത്തിയാക്കാൻ പോകണം. എന്താ വെച്ചാൽ മാറാല തട്ടി അന്ന് ഞാൻ വീട് കംപ്ലീറ്റും ക്ലീൻ ചെയ്തെന്ന് ഈ അടുക്കളയും സ്റ്റോർ റൂമും ക്ലീൻ ചെയ്തിട്ടില്ല. എല്ലാം കൂടി ഒരു ദിവസം കഴിയൂല. അപ്പോൾ ഓരോ ദിവസങ്ങളിലായിട്ടാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ സ്റ്റോർ റൂമിലെന്ന് വെച്ചാൽ നിറച്ച് മാറാൽ, ഈ കുപ്പിൻ്റെ അടുത്തും സൈഡിലും ഒക്കെ നിറച്ച് മാറാലുണ്ടാവും. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടാവും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂലോട് തട്ടി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിടും. അല്ലാതെ മാറാലിൻ്റെ പൊടിയും ചൂലുമിലൊക്കെ തട്ടിയതല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തുടക്കണ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് PSC പോവാണ്ടായിരുന്നു. അപ്പോൾ PSC ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണമല്ലോ വിചാരിച്ചുകാണ്ട് അപ്പോൾ അത് ഇങ്ങനെ അടിച്ചൊരിക്കാണ്ട് കൊട്ടിക്കാണ്ട് ഞാൻ പോയി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ പണിയോട് കൂടിയിട്ട് നമ്മൾ PSC പോവാണ്. PSC എന്തിനാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് വാക്സിൻ എടുക്കാനാണ്. 2ാമത്തെ വാക്സിൻ എനിക്കും കാക്കാക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഭയങ്കര തിരക്ക്. 24-25 നമുക്ക് ടോക്കൺ കിട്ടിയത്. അപ്പോൾ വന്ന് ഞാൻ അടുക്കളയൊക്കെ വെള്ളം പാർന്ന് വടിച്ച് റെഡിയാക്കിയിട്ടു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഒന്നാണ്ട് ക്ലീനാക്കി. ഇനി എപ്പോഴാണ് നമുക്ക് സമയമാണെന്ന് വെച്ചാൽ ഒരു 10-11 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവും വേണം. അപ്പോൾ വന്നതിന് ശേഷമാണ് പിന്നെ ഈ സ്റ്റോർ റൂമിൽ ഇത് തുടച്ചൊക്കെ ചെയ്തിട്ടോ. ഞാൻ വന്നതിന് ശേഷം ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി. എന്തായാലും നിങ്ങൾക്കൊക്കെ കിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ മാറാലതാ. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കുപ്പിൻ്റെ ഇത് നമ്മൾ എപ്പോഴും എടുക്കാത്ത കുപ്പിയാകുമ്പോൾ ഇങ്ങനെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഒക്കെ മാറാൻ കിട്ടും. ഒന്ന് കമൻറ്റിലൂടെ മറുപടി പറയേണ്ടിട്ടാ. ഇവിടെ എനിക്ക് നല്ല ഉണ്ടാവലുണ്ട്. പിന്നെ ജനവാതിൽ അങ്ങനെ തട്ടിയാലും പോവില്ല. ഈ ഒരു കമ്പി കൂടി ഉണ്ടായതുകൊണ്ടട്ടോ ഈ പ്രശ്നം. പിന്നെ ഈ കമ്പികൾ നേരത്തുള്ള കാണിച്ചെങ്കിൽ ഞാൻ അകത്തൊക്കെ ചൂലോട് തട്ടിയാൽ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് പോവും. ഇത് അങ്ങനെ പോവില്ല കേട്ടോ. ഇതാണ്ട് ഇനിയിപ്പോൾ ഇവിടെ വൃത്തിയാക്കി എടുക്കാനുണ്ട്. ഇത് തുടച്ചെടുത്തുകാണ്ട് തന്നെ പോകുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഈ നടുവ് കൂടി ഒരു ലൈനും കൂടി ഉണ്ടായ കാരണം. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലൂടെ മറുപടി അറിയിക്കുക കേട്ടോ. താങ്ക്സ്. അസ്സലാമലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.